بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, രണ്ടാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞല്ലോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ പെന്നും പേപ്പറുമായിട്ട് ഇരിക്കുക. ഒന്നാമത്തെ ചോദ്യം യോജിച്ചത് ചേർത്ത് പൂരിപ്പിക്കാൻ തന്നെയാണ്. ഇവിടെ കുറേ സെന്റൻസുകളിൽ എന്തോ ഒരു ഭാഗം വിട്ടുപോയത് നമുക്ക് കാണാം. ആ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഓരോന്നിന്റെയും ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാലോ? ഒന്ന് വായിച്ചു തരാം. അൽ അബു, വാപ്പ. അപ്പം ഇവിടെ വിട്ടുപോയത് യദ്ഹബു ആയിരിക്കുമോ തദ്ഹബു ആയിരിക്കുമോ? വാപ്പ പോകുന്നു എന്നാണ് അർത്ഥം. യദ്ഹബു ആണോ തദ്ഹബു ആണോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതുക. ഞാൻ മൊത്തം വായിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതിയിട്ട് ബാക്കി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ലാസ്റ്റ് ആണ് ആൻസർ പറയുള്ളൂ. ശരി, രണ്ടാമത്തെ ചോദ്യത്തിൽ അൽ ഉമ്മു എന്നാണുള്ളത്. യതവല്ലഉൽ ഉമ്മു എന്നതാണോ ശരി? തതവല്ലഉൽ ഉമ്മു എന്നതാണോ ശരി? ഏതായിരിക്കും മാച്ച് ആവുക? എഴുതിക്കോ. നെക്സ്റ്റ്, അൽ ഇബ്നു എന്നാണുള്ളത്. യജ്ലിസുൽ ഇബ്നു ആണോ തജ്ലിസുൽ ഇബ്നു ആണോ? ഏതാ ശരി? ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിൽ ലാസ്റ്റ് എഴുതിയാലും മതി. ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ നാലാമത്തത് കേൾക്കാം. ബാസിമുൻ. യർജിഉ ആണോ തർജിഉ ആണോ? ഏതാ ശരി? അഞ്ചാമത്തത് മാജിദ. മാജിദ യുസല്ലി എന്നാണോ പറയാ? തുസല്ലി മാജിദ എന്നാണോ പറയാ? യുസല്ലി മാജിദയാണോ തുസല്ലി മാജിദയാണോ? ഏതാ ശരി? അടുത്തത് ഫാത്തിമ. യദ്ഖുലു ഫാത്തിമയാണോ തദ്ഖുലു ഫാത്തിമയാണോ? ശരിയായത് എഴുതുക. എഴുതി കഴിഞ്ഞല്ലോ. ഇനി നമുക്കിതിന്റെ ഉത്തരം ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോ ഒന്നാമത്തത് അൽ അബു എന്ന് പറയുമ്പം ഉപ്പ. യദ്ഹബു എന്നതാണ് ശരി. എന്തുകൊണ്ടാണ് യദ്ഹബു ശരി തദ്ഹബു തെറ്റാവുന്നത്? അൽ അബു എന്നത് ഒരു പുരുഷനാണ്, ആണാണ്. ആണുങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പം യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ആണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ താ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. മുളാരിയായ ഫേലിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ഓർമ്മിച്ചു വെക്കാൻ പറ്റും. ആണുങ്ങൾ ചെയ്ത കാര്യമാകുമ്പം യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അബ് ആണായതുകൊണ്ട് യദ്ഹബു ആണ് ശരി. ഉമ്മയാകുമ്പം ഏതാ വേണ്ടത്? ഉമ്മ പെണ്ണല്ലേ, അപ്പൊ ഏതായിരിക്കും ശരി? തതവല്ലഉ എന്നതാണ് ശരി. അപ്പൊ നിങ്ങളിവിടെ ശരിയുടെ അല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഇവിടെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തതിന്റെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? യദ്ഹബുൽ അബു എന്ന് എഴുതണം. രണ്ടാമത്തതിന്റെ ഉത്തരം എന്താണ്? തതവല്ലഉൽ ഉമ്മു. ഉമ്മ വുളൂ ചെയ്യുന്നു. തതവല്ലഉൽ ഉമ്മു. ഉമ്മ വുളൂ ചെയ്യുന്നു. അടുത്തതിൽ ഇബ്നു ആണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും ഉത്തരം? യജ്ലിസുൽ ഇബ്നു. മകൻ ഇരിക്കുന്നു. യജ്ലിസുൽ ഇബ്നു, മകൻ ഇരിക്കുന്നു. തജ്ലിസു തെറ്റാണ് അല്ലേ? വരാൻ പാടില്ല. ബാസിം ഒരു പുരുഷനല്ലേ, ആണല്ലേ? അപ്പൊ എന്തുവാണ് ഉത്തരം? യർജിഉ ബാസിമുൻ. ബാസിം മടങ്ങുന്നു. യർജിഉ ബാസിം. ബാസിം മടങ്ങുന്നു. മാജിദയാവുമ്പോഴോ? തുസല്ലി. തുസല്ലി മാജിദ. മാജിദ നിസ്കരിക്കുന്നു. ഫാത്തിമയാവുമ്പോഴോ? യദ്ഖുലു ആണോ തദ്ഖുലു ആണോ? തദ്ഖുലു ഫാത്തിമ. ഫാത്തിമ പ്രവേശിക്കുന്നു. തദ്ഖുലു. തദ്ഖുലു ഫാത്തിമ. ഫാത്തിമ പ്രവേശിക്കുന്നു. ഇതാണ് ഉത്തരങ്ങൾ. ശരിയിട്ട് കൊടുത്തോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. സോറി. ഓക്കെ, അടുത്തത് എന്താണ്? വീണ്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആദ്യം ഓക്കെ ഇത് ചെയ്തതിന് ശേഷം അങ്ങോട്ടേക്ക് പോവാം. എന്താണ് ഇതിൽ പറയുന്നത്? നുക്കമ്മിൽ ബിൽ മുനാസിബി തന്നെയാണ്. ഇവിടെയും കുറച്ചും കൂടെ നമുക്ക് കുറച്ച് വാക്കുകളും അത് ഉപയോഗിച്ച് പൂർത്തിയാക്കേണ്ട സെന്റൻസുകളാണുള്ളത്. ഒന്നാമത്തത് ഞാൻ വായിക്കാം. ഡാഷ് അൽ അബു മിനൽ ഹൗൽ. വാപ്പ ഹൗലിൽ നിന്ന് ഡാഷ് എന്തോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അർത്ഥവും കൂടെ അറിയണം അല്ലേ? ഇതിനെല്ലാത്തിന്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ഉസ്താദ്മാർ പറഞ്ഞു തരുമൊന്നുമില്ല. കാരണം ഈ വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയുമോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്.
അപ്പൊ വാപ്പ ഹൗലിൽ നിന്ന് ഡാഷ് യദ്ഹബു യതവല്ലഉ ഏതായിരിക്കും ശരി? ഉത്തരം നിങ്ങൾ എഴുതി നോക്ക്. അതേപോലെ ഓരോന്നും വായിച്ചിട്ടൊന്ന് എഴുതി നോക്ക്. അൽ ഉമ്മു അൽ ബൈത്ത തതവല്ലഉൽ ഉമ്മുൽ ബൈത്ത തദ്ഖുലുൽ ഉമ്മു അൽ ബൈത്ത. ഇവിടെ നമുക്ക് യാ ഒന്നും നോക്കിയ ഉത്തരം കിട്ടൂല. കാരണം എന്താണ്? ഇവിടെ അൽ അബ് എന്നതിന് രണ്ടും യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളാണ് തന്നിരിക്കുന്നത്. അൽ ഉമ്മ എന്നതിന് രണ്ടും താ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വാക്കുകളാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് നോക്കിയാൽ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിലൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഉമ്മ വീട്ടിലേക്ക് ഡാഷ്. അപ്പൊ ഇവിടെ മാച്ച് ആവുന്ന വേർഡ് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ അൽ വലതു ഇലൽ മദ്രസ ആൺകുട്ടി മദ്രസയിലേക്ക് ഡാഷ്. ബാസിം ഇലൽ ബൈത്ത് ബാസിം വീട്ടിലേക്ക് വേറെന്തോ വീട്ടിലേക്ക് സാലിമുൻ അൽ അദാന സാലിം ബാങ്ക് ഡാഷ്. ഫാത്തിമ എന്തോ ചെയ്യുന്നു. ഫാത്തിമ യുസ്വല്ലി ആണോ തജ്ലിസു ആണോ ഏതാണ് മാച്ച് ആവുക? അപ്പൊ നിങ്ങൾ ഇതിന്റെ ഉത്തരം എഴുതിയതിന് ശേഷം ബാക്കി കേൾക്കുക. എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഇവിടെ ഒന്നാമത്തതിൽ ശരിയായ ഉത്തരം യതവല്ലഉൽ അബു മിനൽ ഹൗൽ. എന്താണ്? യതവല്ലഉൽ അബു മിനൽ ഹൗൽ എന്നാണ്. വാപ്പ ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു. ഹൗലിൽ നിന്ന് വുളൂ ചെയ്യുന്നു എന്നല്ലേ പറയാ. ഇനി ഹൗലിന് പകരം ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ സുംബൂർ തരാം കേട്ടോ. സുംബൂർ എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സുംബൂർ സുംബൂരി ടാപ്പിൽ നിന്ന് എന്നർത്ഥം കേട്ടോ. അപ്പം ഹൗലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വുളൂ ചെയ്യുന്നു. ഇനി അൽ ഉമ്മു അൽ ബൈത്ത ഉമ്മ വീട്ടിലേക്ക് തദ്ഖുലു പ്രവേശിക്കുന്നു. വീട്ടിലേക്ക് വുളൂ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? തെറ്റല്ലേ അത്? അപ്പം എന്താണ്? ഉമ്മ വീട്ടിലേക്ക് തദ്ഖുലു പ്രവേശിക്കുന്നു. അടുത്ത എന്താണ്? അൽ വലതു ഇലൽ മദ്രസ ആൺകുട്ടി മദ്രസയിലേക്ക് പോകുന്നു. യദ്ഹബു പോകുന്നു. വാക്കുകളുടെ അർത്ഥം നമുക്ക് അറിയണം. അപ്പോഴാണ് ഇതിന്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബാസിമുൻ ഇലൽ ബൈത്ത് ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു. യർജിഉ ബാസിമുൻ ഇലൽ ബൈത്ത് യർജിഉ ബാസിമുൻ ഇലൽ ബൈത്ത് ബാസിമ് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി സാലിമുൻ അൽ അദാന സാലിം ബാങ്ക് കേൾക്കുന്നു. യസ്മഉ അല്ലെ? ബാങ്ക് കുടിക്കുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ. യശ്റബു എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കുന്നു. അപ്പം ഇവിടെ എന്താ വേണ്ടത്? യസ്മഉ കേൾക്കുന്നു. യസ്മഉ കേൾക്കുന്നു. ഫാത്തിമ യുസല്ലി എന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യാവ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഫാത്തിമ ആയതുകൊണ്ട് പെണ്ണായതുകൊണ്ട് യാവ് വെച്ച് പറയാൻ പാടില്ല. അപ്പൊ എന്ത് വേണം? തജ്ലിസുവേ ശരിയാവുള്ളൂ. തജ്ലിസു ഫാത്തിമ ഇരിക്കുന്നു. തജ്ലിസു ഇരിക്കുന്നു. ഉത്തരങ്ങൾ ക്ലിയർ ആണല്ലോ. ശരി, ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. വേർഡ് വിട്ടുപോയിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായി എഴുതണം. എഴുതാൻ കഴിയോ? ഒന്ന് എഴുതി നോക്കിയേ. അൽ അബു മിന സുംബൂർ സുംബൂറിൽ നിന്ന്. സുംബൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാപ്പ് അല്ലെങ്കിൽ പൈപ്പ് അല്ലെ? നമ്മൾ ഒതു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിനെയൊക്കെ. സുംബൂർ പൈപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വാപ്പ ടാപ്പിൽ നിന്ന് ഡാഷ് എന്തോ ചെയ്യുന്നു. എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എഴുതി നോക്കുക കേട്ടോ. അതേപോലെ തന്നെ വലത് ഇലൽ മദ്രസ മദ്രസയിലേക്ക് എന്താണ്? പോകുന്നു എന്നാ വേണ്ടത്. അപ്പൊ അതിന് പറ്റിയൊരു വേർഡ് അവിടെ എഴുതുക. സാലിമുൻ അൽ അദാന സാലിം ബാങ്ക് ഡാഷ് എന്തോ സാലിം ബാങ്ക് ഡാഷ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എഴുതുക. ഫാത്തിമ സ്വലാത്ത സുബ്ഹി ഫാത്തിമ സുബ്ഹ് ബാങ്ക് ഡാഷ് സുബ്ഹ് നിസ്കാരം അല്ലെ? സുബ്ഹ് നിസ്കാരം ഡാഷ്. സുബ്ഹ് നിസ്കാരം എന്താണ്? സുബ്ഹ് നിസ്കാരം നിസ്കരിക്കുന്നു എന്നാണ് വേണ്ടത്. അതിന് പറ്റിയ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? മാജിദുൻ മാജിദ് വെള്ളം കുടിക്കുന്നു എന്നാണ് വേണ്ടത് അല്ലെ? കുടിക്കുന്നു. അപ്പൊ നമ്മൾ അത് പറ്റുന്ന വേർഡ് അവിടെ എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ അൽ ഉമ്മു ബിഷായി ഉമ്മ ചായയുമായി ഡാഷ് ചായയുമായി കാത്തു നിൽക്കുന്നു എന്നാണ് വേണ്ടത്. ഉത്തരം എഴുതിയതിനു ശേഷം ബാക്കി കേൾക്കാം.
ഒന്നാമത്തെ ഉത്തരം എന്താ വരിക? ആ യതവല്ലഉ. എന്താ വരിക? യതവല്ലഉ. യതവല്ലഉൽ അബു മിനസ്സുംബൂർ. പിതാവ് ഫോസറ്റ് എന്താണ് ടാപ്പിൽ നിന്ന് വുളൂ ചെയ്യുന്നു. പിതാവ് ടാപ്പിൽ നിന്ന് വുളൂ ചെയ്യുന്നു. അടുത്ത എന്താണ്? അൽ വലതു ഇലൽ മദ്രസത്തി. ആൺകുട്ടി മദ്രസയിലേക്ക് എന്ന് പറയുമ്പം പോകുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. യദ്ഹബു, മദ്രസയിലേക്ക് പോകുന്നു. യദ്ഹബു. സാലിമുൻ അൽ അദാന, സാലിം ബാങ്ക് കേൾക്കുന്നു. യസ്മഉ. യസ്മഉ. ഇനി എന്താണ്? ഫാത്തിമ സുബഹി നിസ്കാരം നിസ്കരിക്കും. ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇവിടെയൊക്കെ ആണുങ്ങളാ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് എഴുതി കൊടുക്കാം. ഇനി ഫാത്തിമ ആണെങ്കിലോ? ഫാത്തിമ പെണ്ണല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? തുസല്ലി കൊടുക്കണം. തുസല്ലി, യുസല്ലി കൊടുക്കാൻ പറ്റൂല. തുസല്ലി ഫാത്തിമത്തു സ്വലാത്ത സുബ്ഹി. മാജിദുൻ അൽ മാ, മാജിദ് വെള്ളം കുടിക്കുന്നു എന്നാ നല്ലത്. അപ്പം യശ്റബു, മാജിദ് ആയതുകൊണ്ട് യശ്റബു ട്ടോ, യശ്റബു. ഇനി എന്താണ്? അൽ ഉമ്മു ബിഷായി, ഉമ്മ ചായയുമായി കാത്തു നിൽക്കുന്നു. തന്തളിറു, തന്തളിറുൽ ഉമ്മു, തന്തളിറുൽ ഉമ്മു ബിഷായി. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഞാൻ മനഃപൂർവ്വം ഇതിലിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഒക്കെ ബൈഹാർട്ട് പഠിച്ചാൽ മാത്രം നമ്മൾ അറബി ഭാഷ പഠിക്കാനൊന്നും ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ അത് അപ്പുറത്തിപ്പുറത്തൊക്കെ. ഇപ്പം മാജിദുൻ അൽ മാ ആ, മാജിദ് വെള്ളം കുടിക്കുന്നു. മാജിദുൻ അൽ ഹലീബ, മാജിദ് പാല് കുടിക്കുന്നു. മാജിദുൻ അഷായ, മാജിദ് ചായ കുടിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സെന്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പഠിക്കുമ്പോഴാണ് നമുക്ക് ലിസാനുൽ ഖുർആൻ പഠിച്ചത് കൊണ്ടുള്ള ഗുണം കിട്ടുക. അപ്പം അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഉത്തരങ്ങൾ നിങ്ങളോട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലൊന്നും നിങ്ങൾ പേടിക്കുകയേ വേണ്ട. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒന്നിങ്ങനെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വട്ടം കൂടി ചെയ്തു നോക്കി നിങ്ങൾക്ക് തെറ്റിപ്പോയ ഉത്തരങ്ങളും കൂടെ ശരിയാക്കിയെടുക്കാൻ കഴിയും. അപ്പം അങ്ങനെയും കൂടെ ചെയ്യാം. തെറ്റിപ്പോയവരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്നുകൂടി ചെയ്തു നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻസ് വീണ്ടും കാണിച്ചത് നിങ്ങൾക്കത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോകൾക്കായി സ്വാദ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. സ്വാദിഷ്ടമായ പഠനം സ്വാദ് മീഡിയക്കൊപ്പം. സ്വാദ് ലിസ്സിഗാർ.